സോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ലൈറ്റ് റൂം ആണെന്ന്. ഇത് ലൈറ്റ് റൂം അല്ല, ലൈറ്റ് റൂമിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് ലൈറ്റ് റൂമിലെ ഫീച്ചേഴ്സും മിക്കതുകൊണ്ട് എനിക്കിതിനെ നിങ്ങളോട് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അടിപൊളി ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ പേര് പോളാർ നെക്സ്റ്റ് എന്നാണ് കേട്ടോ. പോളാർ നെക്സ്റ്റ് സത്യത്തിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിൽ, അതായത് നമ്മുടെ ബ്രൗസറിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാം. സോ ഇതായിരുന്നു ഓൾ ഓവർ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇതിന്റെ ബിഫോർ, ഇതാണ് ഇതിന്റെ ആഫ്റ്റർ. ഇതിനകത്ത് നമുക്ക് ലൈറ്റ് റൂം യൂസ് ചെയ്യുന്ന പോലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് നമുക്ക് മാസ്കുകളുണ്ട്, എല്ലാമേ നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് ലൈറ്റ് റൂം പ്രീസെറ്റ് സപ്പോർട്ട് ചെയ്യും. അതായത് ലൈറ്റ് റൂമിൽ നിന്നുള്ള തന്നെ പ്രീസെറ്റ്സ്, അതായത് XML ആയിട്ടുള്ള ഫയൽസും DNG ആയിട്ടുള്ള ഫയൽസിൽ നമുക്ക് ഇതിനകത്ത് എന്തോന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ DNG ഫയലേ നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു DNGയും പറ്റുമെന്ന് തോന്നുന്നു. ഈ ഒരു പിക്ചർ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി ഇത് എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ എങ്ങനെ നിങ്ങൾ ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് ആദ്യമേ ഒന്ന് എഡിറ്റ് ചെയ്തതാണ്, അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ഒരു പ്രീസെറ്റ് പോലെ ആഡ് ചെയ്തതാണ്. ഇത് പ്രീസെറ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെ നേരത്തെ എഡിറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ബേസിക് ആയിട്ട് കുറേ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഡാർക്ക് ആക്കി. അതിനുശേഷം ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെച്ചുള്ളൊരു കളിയാണ്. അപ്പോൾ അതെ, ഈ മാസ്ക് 7 ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇതിന്റെ സാച്ചുറേഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ്. സോ ഇതിനെ നമുക്കിവിടെ ഓഫ് ചെയ്ത് ഓണാക്കിയും കാണാം, കണ്ടോ. ഇപ്പോൾ ഓരോ മാസ്കിനും ഓരോ എന്തോന്നുണ്ട്. ഇവിടെ മുകളിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്, അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്ക് 6 ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ലൈറ്റിന്റെ റേസ് ഒന്ന് എന്തോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും. മാസ്ക് 5 ആഡ് ചെയ്തേക്കുന്നത് ഈ വാട്ടർഫോളിനെ ഒന്ന് കൂൾ ചെയ്ത് ഒരു കൂൾ ലുക്ക് കൊണ്ടുവരാനും. മാസ്ക് 4 ഇതിന് മുകളിൽ നല്ല ഹൈലൈറ്റ് ഉണ്ടായിരുന്നു, ആ ഹൈലൈറ്റ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്തത്. മാസ്ക് 3 ഓൾ ഓവർ ഇതിനെ ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ട്, അതായത് ഒരു വിഗ്നേറ്റ്, കസ്റ്റം വിഗ്നേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് മാസ്ക് 1 സൈഡിൽ നിന്ന് ഇച്ചിരി ഡാർക്ക് ആക്കാനായിട്ടും. രണ്ട് സൈഡിൽ നിന്ന് ഡാർക്ക് ആക്കുമ്പോൾ സബ്ജക്റ്റിലോട്ട് കുറച്ചുകൂടി എന്തോന്ന് കിട്ടും. ഇതാണ് മാസ്ക് 1. ഇതും ബേസിക്കലി അത് തന്നെ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഡാർക്ക് സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അത് ഞാൻ ഓരോണത്തിന് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പോഷർ കുറച്ചു, കോൺട്രാസ്റ്റ് ഇച്ചിരി കൂട്ടി, ഹൈലൈറ്റും ഇച്ചിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ചെറിയ ചെറിയ രീതിയിൽ വൈറ്റ്സും ഷാഡോസും ബ്ലാക്സും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിങ്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ മെയിൻ സബ്ജക്റ്റിലോട്ട് വരുവാണെങ്കിൽ ഇതല്ല അഡ്ജസ്റ്റ്മെന്റുകൾ. ഇതിനകത്ത് നമ്മൾ വേറെ വേറെ അഡ്ജസ്റ്റ്മെന്റാണ് കൊടുത്തേക്കുന്നത്. 6th 1 നോക്കുകയാണെങ്കിൽ അത് വേറെ എക്സ്പോഷർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് ഇതിന്റെ ആ ഒരു കളറാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അതായത് ആ ഒരു ലൈറ്റിന്റെ എന്തോന്നാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാസ്ക് 5 നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഞാൻ ഒത്തിരി കുറച്ചിട്ടുണ്ട്. അത് ആ കൂൾ ലുക്ക്, വാട്ടറിന്റെ കളർ ആ ഒരു യെല്ലോ ടിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കളറും ചെയ്യാൻ പറ്റും, കളർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കളർ ഫോട്ടോസ് എന്തുവാന്ന് അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറയട്ടെ, നമുക്ക് ബൾക്കായിട്ട് പിക്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിനകത്ത് AI ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് AI യൂസ് ചെയ്തിട്ട് ഒരെണ്ണത്തിനെ റെഫറൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ AI യൂസ് ചെയ്ത് ബാക്കി എല്ലാ ഫോട്ടോസിനും ആ റെഫറൻസിന്റെ കൂട്ട് അതിനകത്താക്കി തരും. പിന്നെ ലൈറ്റ് റൂമിലേക്കോട്ട് നമുക്ക് നമ്പർ പാഡ് യൂസ് ചെയ്ത് റേറ്റ് ചെയ്യാം. 5 കൊടുത്ത 5 സ്റ്റാർ, 2 റേറ്റ് ചെയ്ത 2 ചെയ്യാൻ. ശേഷം ടോപ്പിൽ കാണുന്ന എക്സ്പോർട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും സിമ്പിളാണ്. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ നെക്സ്റ്റ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇതിനകത്ത് ഒറ്റ ഒരു കാര്യമുള്ളൂ, നമുക്ക് 2000 ഫോട്ടോസ് വരെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഫ്രീ അക്കൗണ്ടിൽ. ക്രെഡിറ്റ് വൈസ് ആണ്, എക്സ്പോർട്ട് ചെയ്യുന്നതിന് മാത്രമാണ് ക്രെഡിറ്റ് എടുക്കുന്നത്. നമുക്ക് എത്ര പിക്ചേഴ്സ് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് നോക്കാം. 2000 നിങ്ങൾ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2000 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്, നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ടി വരത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തതിനകത്തൊരു എഡിറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാം. അപ്പോൾ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നേക്ക് വരെ ബൈ.